ഇങ്ങനത്തെയൊക്കെ ഐഡിയ ക്യാരക്ടർ എല്ലാവർക്കും ഒരു ഐഡിയ വരുവാണെങ്കിൽ ചെയ്യാം. കാരണം ദൃശ്യം സമയത്ത് ഒരബദ്ധം പറ്റി 3ക്ക് എവിടെയോ കഥയുണ്ടെങ്കിൽ ഞാൻ തമാശയായിട്ട് അടിച്ചു. അത് കഴിഞ്ഞപ്പം എൻ്റെ മെയില് ആക്ച്വലി ബ്ലോക്ക്ഡായി. സീരിയസ്ലി ആ മെയില് ബ്ലോക്ക്ഡായി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിത് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ ആരാണ്ട് പറഞ്ഞു സാറ് തന്നെ എനിക്ക് അതിനകത്ത് ആ ടൈം ലൈൻ വെച്ചിട്ട് കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് ശരിയാ ഞാനൊരു തമാശയായിട്ട് പറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിക്കുന്നില്ല. അതാണ് പ്രശ്നം. എൻ്റെ പേരിൽ ആരും അയക്കണ്ടാവട്ടോ. ഈ മഞ്ജു തുടക്കത്തിൽ പറഞ്ഞ ഈ സിനിമയുടെ പ്രൊമോഷൻ വലിയ രീതിക്കാണ്. എത്രയോ പല ടൈമായിട്ട് ആസ്മി എന്ന ഇന്റർവ്യൂ നൽകാൻ പറ്റും. ക്യാമ്പസിൽ പോകുമ്പോൾ പ്രസ് മീറ്റ് ഈ സിനിമയുടെ ഒരു വിശ്വാസ്യത വീണ്ടും വർദ്ധിക്കുകയാണ് പ്രേക്ഷകർ. അത് എങ്ങനെ കാണും? അല്ലെ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ മാർക്കറ്റിങ്ങിന് അതിൻ്റെതായ എഫേർട്ട് എടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ സിനിമ കാണാനൊരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു അത്യാവശ്യമുള്ളൊരു അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മളൊരു പുതിയ നരേറ്റീവ് ഉള്ളൊരു സിനിമയാണ്. അപ്പോൾ ഇതിനകത്ത് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്നൊരു മൂഡുണ്ടല്ലോ, ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിൽ, ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിൽ നമ്മളൊരു എഫേർട്ട് വേണം. പിന്നെ ഇൻഡസ്ട്രി വലുതാവുകയാണ്. ഒരുപാട് നല്ല സിനിമകൾ വരുന്നു. ഇപ്പം ഈ വർഷം എടുക്കുമ്പോൾ ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു എബോ ആവറേജ് ലെവലിൽ അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിപ്പം ഇൻഡസ്ട്രിക്കും ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഫേർട്ട് ഇട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ആസിഫ് ഇപ്പോൾ ഈ റെയിലിൽ തല വെച്ച് ട്രെയിൻ വരുന്നത് കാണുന്ന ആ ഷോട്ടാണ് നമുക്ക് എല്ലാവർക്കും മൂന്നാം നിലയിൽ കമൽഹാസനെയും ശ്രീദേവിനെയൊക്കെ ഓർമ്മ വരും. അല്ലെങ്കിൽ പല്ലിൽ കറയിട്ട ഒരു ആക്ടർ നടക്കുന്നു. അപ്പോൾ കറുത്തപക്ഷികളിലെ ശ്രീ മമ്മൂക്കേനെ ഓർമ്മ വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ ആസിഫയുടെ മനസ്സിൽ എന്തൊക്കെയാ വരിക? എൻ്റെ മനസ്സിൽ രഘു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കാര്യം അർഫാസ് അത്ര രസമായിട്ടാണ് എനിക്ക് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത്. പിന്നെ ഒത്തിരി സമയമെടുത്താണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഡീറ്റെയിലിങ്ങും ക്യാരക്ടേഴ്സുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഏജ് കെട്ടലായി പോകരുത് ആ ക്യാരക്ടർ. അപ്പോൾ അത് ഭയങ്കര ഒറിജിനലായിട്ട് നിൽക്കാനുള്ള എല്ലാം എൻ്റെ ഭാഗത്തുണ്ട്. നല്ലത് വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്തത് കൊണ്ട് എനിക്കും ഇങ്ങനൊരു വേഷം വേണം. പണ്ട് ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നു, ഇങ്ങനൊരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്. മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നത് നടൻ തന്നെയാണ്. അതിലൊന്നുകൂടി പേര് തെളിച്ചത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് ദുബായിൽ ഇപ്പോൾ താങ്കളുടെ പേര് ഒഴുകി നടക്കാൻ തുടങ്ങിയാണ് എന്ന് ഞങ്ങൾ കേട്ടിരുന്നു. അതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ല, ഞാനും അറിഞ്ഞു. എനിക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒത്തിരി അഭിമാനം തോന്നി. അപ്പോൾ അതിൻ്റെ താഴെ ഒരു കോമന്റ്, എന്നാ പിന്നെ ഇവനൊരു ചില്ലുകൂട്ടിലിട്ട് പുണ്യാളിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പൊ അതും എല്ലാം ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരാൾക്ക് തോന്നി, അത് ഒരുപാട് സന്തോഷം. ഇല്ല, ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത്. എനിക്കും അദ്ദേഹത്തിന് ഒരുപാട് പരിചയമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാനും കേട്ടപ്പോൾ എനിക്കും തോന്നി അത് കുറച്ച് ഓവറായി പോയില്ലേ. Sharafuddin എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. Sharafuddin is also playing a very important part in the film. മൂന്നുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഷറഫിന് ചില പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റിയിട്ടില്ല. I feel very blessed to have these kind of actors in my film. ആൻഡ് സാർ അത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഓൺ ദി വേ, റൈറ്റ് ഫ്രം കാസ്റ്റിംഗ്. ലൈക്ക് I've mentioned before, അമല ഈ സിനിമയിൽ വരണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മുതൽ എൻ്റെ മനസ്സിലുള്ള റെഫറൻസ് ഇമേജ് അമലയുടെ ആയിരുന്നു. ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമലയിലേക്ക് സാറ് ഹെൽപ്പ് ചെയ്തിട്ട് ഫൈനലി ഐ ഗോട്ട് അമല. ആസിഫ്, ഷറഫ്, ഇതുപോലെ ആക്ടേഴ്സിനെ കിട്ടിയത് എൻ്റെ വലിയൊരു ഭാഗ്യമാണ്. രാജസ്ഥാനിൽ പ്ലാൻ ചെയ്ത ഒരു സിനിമ ടുണീഷ്യയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത് അത് പ്രൊഡ്യൂസറിൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് രമേശ് പിള്ള സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇനി സിനിമ കംപ്ലീറ്റ് ആയി, it all feels worth when I see the reactions of them after watching the film. So I'm really looking forward to this. I hope you all go and watch the film and you hope like it. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ
തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, മീഡിയയുടെ സപ്പോർട്ട് ഒരു സിനിമയുടെ വിജയത്തിന് എത്ര അത്യാവശ്യമാണെന്നുള്ളത് എന്നെപ്പോലെ അല്ലെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു നല്ല സിനിമയാണെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സിനിമകൾ നന്നാവുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത്. നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യലാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നന്നാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Thank you so much.